ഗൈസ് നമുക്ക് ഇന്ന് ഔട്ട് ബൗണ്ട് ആണ്. ഇത് നമ്മള് ഡോറൊക്കെ ലോക്ക് ചെയ്ത് ഇറങ്ങി. ഇന്ന് പോയിട്ട് നമ്മൾ നാളെ വൈകുന്നേരം മാത്രമേ എത്തുള്ളൂ. എവിടേക്കാ പോകുന്നതെല്ലാം കാണിച്ചു തരാം ഗൈസ്. ഇപ്പൊ സമയം എത്രയായി? 7:07 ഗൈസ്. ഇതാ സുബിയും റെഡിയായി. ഇതാ നമ്മളെല്ലാരും ഒരുമിച്ച് ഇറങ്ങാൻ വേണ്ടിട്ട് പോയിട്ട് വരാം. നമുക്ക് നമ്മളെ ജൂനിയറും കൂടെ ഉണ്ട്. അല്ല ആയിക്കോട്ടെ, ഞങ്ങൾക്ക് സങ്കടമൊന്നുമില്ല. ഞാൻ ഇത് ഇട്ടു നോക്കിക്കോ. ഈ പറയുന്നത് ഞാൻ എന്തായാലും ഇടും കേട്ടോ. നമ്മൾ പോകുന്ന നേരത്തേക്കാണെന്നൊന്നും ഞാൻ ഇതുവരെ പറഞ്ഞില്ല. നമ്മൾ പോകുന്നത് ചിലിക്കയിലേക്കല്ലേ, ഒരു റിസോർട്ടിലേക്കാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഔട്ട് ബൗണ്ട്. നമ്മളെ ക്ലാസ്സിൽ അയ്യോ ഭവ്യാൻ്റെ ഇതിനുള്ളിലൂടെ കാണാം. നമ്മളെ ക്ലാസ്സിലെ എല്ലാവരും തമ്മിലൊരു ബോണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ഈ ഔട്ട് ബൗണ്ടിൽ. അപ്പം ഫിസ അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്, ഫ്രെയിമിൽ വരാണ്ട് നോക്കുന്നേ ഇല്ല. അപ്പോൾ നമുക്ക് പോവാം. ഇന്ന് പോയിട്ട് ഞാൻ നാളെ വൈകുന്നേരം മാത്രമേ നമ്മൾ വരത്തുള്ളൂ. അതുവരെ അടിച്ച് പൊളിക്കുക. കുറേ ആക്ടിവിറ്റീസാണ്. നമ്മൾ ആ റിസോർട്ടിനുള്ളിൽ തന്നെ ആയിരിക്കും, പക്ഷെ കുറേ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് എൻജോയ് ചെയ്യാൻ വേണ്ടി പോവാം. ഓരോന്നും ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. Tell me again. What did you say? You forgot my name, no? Yeah, I forgot you. Who are you? എന്താ നൗഫൽക്ക ചെയ്യുന്നേ? Detox water. പിസ നോക്കൂല. ഞാൻ നോക്കൂ. അൽക്ക മതി എനിക്ക്. നിവേദ്യം വേണ്ട. ഭയങ്കര പുച്ഛമാണ്. കേക്കുണ്ടല്ലോ എല്ലാരും അല്ലേ? ഞങ്ങൾക്കില്ല കേട്ടോ സപ്പോർട്ട്. നമ്മളിങ്ങനെ നമുക്ക് റൂം കിട്ടിയില്ല. അപ്പോൾ റൂമിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പം ഇന്നലെ നമ്മളെ ക്ലാസ്സിൽ അല്ല നമ്മളെ കോളേജിൽ BFTക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ചെക്ക് ഔട്ട് ചെയ്തിട്ട് വേണം നമുക്ക് ആ റൂംസൊക്കെ തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ റൂംസിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്യാം, തിന്നതൊക്കെ ദഹിക്കട്ടെ എന്നൊക്കെ. നമ്മളിപ്പോൾ റിസോർട്ട് എത്തി ഗൈസ്. നമ്മളിപ്പോൾ റിസോർട്ട് ചില്ല് ചെയ്യുന്നു. എൻ്റെ താടിയെല്ലാം ഞാൻ കളഞ്ഞിരിക്കുന്നു. ഒരു പുതിയ ലുക്കാണ്, പുതിയ വർഷം, പുതിയ ഞാൻ. അയ്യോ എന്നെ ബ്ലീപ്പാക്കും. പക്ഷെ ഇപ്പൊ കാണാൻ ഒരു ഭംഗിയുണ്ടല്ലേ? വന്നപ്പോ ഒരു വന്നപ്പോ നമുക്ക് ഇതുവരെ റൂം അലോട്ട് ചെയ്ത് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ കാത്തിക്കാണ് റൂം അലോട്ട് ചെയ്ത് കിട്ടാൻ വേണ്ടി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റിസോർട്ടിൽ വരുന്നത്. റൂമൊന്നും തരാണ്ട് വെറുതെ പുറത്തിരുത്തിയിരിക്കുന്നത്. ഞാൻ എൻ്റെ അടുത്ത് പോയി വിളിച്ചു.
പറഞ്ഞല്ലോ നമ്മളെ വേറെ ബാച്ച് വന്നോണ്ട് അവര് എന്തായാലും ചെക്ക് ഔട്ട് ചെയ്തു. പക്ഷെ ഞങ്ങൾ റൂമൊക്കെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നു. 2 മണിക്ക് അങ്ങാണ്ട് നമുക്ക് റൂം കിട്ടുള്ളൂ തോന്നുന്നു. ഞാൻ അങ്ങനെ നമുക്ക് ഫൈനലി റൂം കിട്ടിയിട്ടുണ്ട്. റൂം ടൂർ ഞാൻ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ പിൻ ചെയ്യുന്നതായിരിക്കും, സെപ്പറേറ്റ് വീഡിയോ ആയിട്ട്. അപ്പോൾ നമുക്ക് റൂംമേറ്റ് ആയിട്ട് വി ഹാവ് താനിയ ഹിയർ. താനിയ, say hi. How's our room? It's nice. Nice. It's nice. Yeah. I like this basket. Yeah. Show them the basket. And we got these. Yeah. Hello. It's actually nice. സ്വിം ചെയ്യാറില്ലേ? ഇല്ല. അയ്യേ, പഠിച്ചു. ആര് പഠിപ്പിച്ചു? നിനക്കറിയോ? എനിക്കറിയാ. ഒന്ന് കാണിക്കാൻ പറ്റില്ലല്ലോ. അതാ വെള്ളിമുകിൽ കുഞ്ഞു പോലെ എന്താ കണ്ണുനീരിൻ വെണ്ണയോടെ നമ്മളുണ്ടല്ലോ ഒന്ന് ചെറിയൊരു നാപ്പ് എടുത്തു. പൂളെല്ലാം പോയി വന്ന് കുളിച്ച്. കുളിച്ചിട്ടില്ല അവര്. ആര് കുളിച്ചിട്ടില്ലാന്ന്? കുളിച്ചോ? ഞാൻ കുളിച്ച് വരുമ്പോഴത്തേക്ക് ഒരുത്തി നല്ല ഉറക്കം, നല്ല പോത്തു പോലെ ഉറങ്ങ. ആര്? ഞാനോ? ആ, നല്ല ഉറക്കായിരുന്നു കേട്ടോ. ഞാൻ കുളിച്ച് ഇതാ അലക്കിയിട്ടില്ല, എല്ലാം തിരുമ്പി അവിടെ വെച്ചു. അപ്പോൾ നമ്മൾ ഇനി ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവും. ആ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ശരിക്കും പറഞ്ഞ എന്താണ് ഈ ടീം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളെ കൂട്ടത്തിൽ നമ്മുടെ ആൾക്കാരുടെ ആ ഒരു ബോണ്ടെല്ലാം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഔട്ട് ബൗണ്ടിൻ്റെ എന്താണ് പറയുക, ഔട്ട് ബൗണ്ടിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇരുട്ടത്തായി എന്നെ കാണാനില്ല. നമ്മൾ ഇതുവരെ വന്നിട്ട് ഒരു ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തിനില്ല. നമുക്ക് എല്ലാവർക്കും ഒപ്പരം കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം. അപ്പോൾ കുറച്ച് ഗെയിംസ് ഒക്കെ ഇവർ പ്ലാൻഡ് ആണെന്നൊക്കെ കേൾക്കണേ. നമുക്ക് നോക്കാം. സ്റ്റേ ട്യൂൺ ഗൈസ്. ഗൈസ്, ഇനി നാളെ വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉറങ്ങാൻ വേണ്ടി പോവാണ് ഗൈസ്. ബൈ, ഗുഡ് നൈറ്റ്. ഞാൻ വരുന്ന വഴിയോരം കാതിൽ ചേരും നിൻ ചിലമ്പൊലികൾ മുന്നിലൂടെ മറയുന്നു എന്നും നിൻ കണ്ണിൻ കുറുമ്പുകൾ കാറ്റിന്റെ തേരിൽ പാറും തൂവൽ ഞാൻ. ഗൈസ്, അപ്പോൾ സെക്കൻഡ് ഡേ നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് എന്താണാവോ ഇന്ന് നമുക്ക് പോയി നോക്കിയിട്ട് വരാം. ഇങ്ങോട്ടാണ്. ആ, ഇങ്ങോട്ടാണ്. അൽക്കാ,
ഇതാ ഫസ സുന്ദരിയായി. ഒന്ന് നോക്കോ. നിവേദയും ഞാനും സുന്ദരിയാവാൻ കുറച്ച് ബാക്കിയുണ്ട് അത്രേ. നിവേദ പക്ഷെ കൊറേ സുന്ദരിയായി. കാട്ട് കൊറേ സുന്ദരിയായത് കാട്ടാ. ലിപ്സ്റ്റിക് മാത്രമേ ഇടാത്തുള്ളൂ. എന്നാ ഹെയർ മാത്രം ഞാൻ കാണുള്ളൂ ഇപ്പൊ. വെള്ളിമുകിൽ കുഞ്ഞു പോലെ അന്നൊരു നാൾ വന്നതല്ലേ കണ്ണുനീരിൻ വെണ്ണയോടെ. നമ്മള് എല്ലാരും റെഡി ആയി കഴിഞ്ഞു. ഇനി എനിക്ക് തിരിച്ച് നാട്ടിൽ പോകാൻ വേണ്ടിയിട്ടുള്ള കൊതിയാവലാണ്. നാട്ടിലെല്ലാ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് തോന്നുകയാണ്. അപ്പോൾ അറിയില്ല എന്താണെന്ന് അറിയില്ല. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴും അറിയില്ല. വെറുതെ കുറേ നേരം അവിടെ ഇരുന്നും കിടന്ന സമയം കളഞ്ഞു. എനിക്ക് നോക്കാം. എന്തൊക്കെയോ ഗെയിമൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കറിയത്തില്ല. ഞാൻ വരുന്ന വഴിയോരം കാതിൽ ചേരും നിൻ ചിലമ്പൊലികൾ മുന്നിലൂടെ നമ്മളെന്തൊക്കെ ഗെയിംസ് ഒക്കെ കളിച്ചോണ്ടിരിക്കുകയാണ്. നിൻ കണ്ണിൻ കുറുമ്പുകൾ കാറ്റിന്റെ തേരിൽ പാറും നമ്മള് ഫുഡൊക്കെ കഴിച്ചു. ഫുസ മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എൻജോയ് ചെയ്തോ? അതെ അതെ. എന്താ അതെ അതെ നല്ലായിരുന്നു. അപ്പോൾ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ എടുത്തെടുത്ത് പറയണ്ടല്ലോ പ്ലീസ്. ഞാൻ ഒന്ന് ജീവിച്ച് പോയിക്കോട്ടെ. ചാനലൊന്ന് മോണിറ്റൈസേഷനൊക്കെ ആക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതെ, പൈസ ഉണ്ടാക്കി കൊടുക്കും. അത് തന്നെ, പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്തൊക്കെ ചെയ്യാനുണ്ട്. സോ ബാഡ്. അപ്പോൾ അങ്ങനെ എടുത്താൽ ശരിയാവില്ല കുട്ടാ. അങ്ങനെ എടുക്കുമ്പോഴാണ് ഭംഗി നമ്മളൊക്കെ. ആണോ? അപ്പോൾ ശരി എന്നാ ഗൈസ്, ബൈ. ഞാൻ വരുന്ന വഴിയോരം കാതിൽ ചേരും നിൻ ചിലമ്പൊലികൾ മുന്നിലൂടെ മറയുന്നു.